ഇസ്ലാമി വിഷയത്തിൽ മുസ്ലിം ലീഗ് നിലപാട് വ്യക്തമാക്കണമെന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വി.ഡി. സതീശന് ജമായത്തെ ഇസ്ലാമിയുമായി കൂട്ടുചേരുന്നത് ശരിയാണെന്ന നിലപാടാണ് ഇപ്പോഴും കൈക്കൊള്ളുന്നതെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വടകരയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ. വി.ഡി. സതീശൻ ഇപ്പോഴും ഈ ജാഥ ഉദ്ഘാടനത്തിന്റെ ഘട്ടത്തിലും ജമായത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുചേരുന്നത് ശരിയാണ് എന്ന നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ നിലപാട് സ്വീകരിക്കുന്ന വിഭാഗമാണെന്ന് അംഗീകരിക്കുന്നത്. ഈ നിലപാട് തന്നെയാണ് ഒറ്റയിലുള്ളത് പരസ്യമായിട്ട് വേണം. കരുതലോടെ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ വാർത്താമാധ്യമം റിപ്പോർട്ട് ചെയ്തു. ലീഗിന്റെ ഞാനിത് പറയാൻ കാരണം സമസ്തയുടെ 100ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ വലിയ പരിപാടി നടത്തുകയാണ്. ഒരു വലിയ സമ്മേളനം അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ഈ ജാഥയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അവിടെ അവരുമായിട്ട് കാര്യങ്ങൾ ബന്ധപ്പെട്ട് വലിയ പരിപാടിയാണ്. അതിന്റെ ഭാഗമായിട്ട് അവർ പ്രമേയം പാസാക്കി. ആ പ്രമേയത്തിൽ കേരളത്തിന്റെ ജനകീയ ഐക്യത്തെ തുരങ്കം പൊക്കാൻ ശ്രമിക്കുന്ന വർഗീയ ധ്രുവീകരണത്തിന്റെ ജമാഅത്തെ ഇസ്ലാമി സംവിധാനത്തെ പറ്റി അവർ പറയുന്നു. കൃത്യമായിട്ട് അവർ പ്രമേയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്ന നിലയാണ്. അതിപ്പോ സുന്നി വിഭാഗങ്ങളെല്ലാം സുന്നിയായാലും അതുപോലെ തന്നെ ഇപ്പോൾ സമസ്തയുടെ ഭാഗമായിട്ടായാലും ഒക്കെ അവർ ഇതിനെ ശക്തിയായിട്ട് എതിർക്കുന്ന തള്ളിപ്പറയുന്ന നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് മുസ്ലിം ലീഗോട് ചോദിക്കുന്നത്, നിങ്ങളുടെ നിലപാടെന്ന് പറയാൻ ബാധ്യതയുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ 4 വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിനെ ഒപ്പം ചേർത്ത് പോകുന്ന കോൺഗ്രസ് ഈ നിലപാടാണ് ഇവിടെ കാണുന്നത്. അതിന്റെ വക്താവായിട്ട് കോർഡിനേറ്ററായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോ വി.ഡി. സതീശൻ പ്രവർത്തിക്കുന്നത്. അതിപ്പോ മുമ്പത്തേത് കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. പോലീബി സഖ്യാണ് ഇപ്പോഴും അതിന്റെ ഒരു പുതിയ പതിപ്പ്. അതിന്റെ ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയെ കൂടി ചേർന്നാൽ ആ ചേരുന്ന 4 എന്ന് പറഞ്ഞാൽ പോലീബി ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർഡിനേറ്ററായിട്ട് ഇപ്പൊ പ്രവർത്തിക്കുന്നത് വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ് എന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അതേപോലെ